നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉത്തരേന്ത്യക്കാരുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ച് കുരുമുളക് വിപണി, ഏലത്തിനും റബ്ബറിനും ഇടിവ്. അന്തർ സംസ്ഥാന വ്യാപാരികൾക്ക് വൻതോതിൽ കുരുമുളക് ആവശ്യമെങ്കിലും ഡിമാൻഡിന് അനുസൃതമായി ചരക്ക് വിൽപ്പനയ്ക്ക് ഇറങ്ങുന്നില്ല. വൻകിട കർഷകരും തോട്ടങ്ങളും ഉയർന്ന വില പ്രതീക്ഷിച്ച് കുരുമുളക് പിടിക്കുന്നത് ഉത്തരേന്ത്യൻ വ്യവസായികളുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചു. കൊച്ചിയിൽ അൺഗാർബിൾഡ് കുരുമുളക് കിലോ 706 രൂപയിലും ഗാർബിൾഡ് 726 രൂപയിലുമാണ്. രാജ്യാന്തര മാർക്കറ്റിൽ മലബാർ മുളക് വില ടണ്ണിന് $7,700 ഉൽപാദന മേഖലയിൽ രാവിലെ നടന്ന ഏലക്ക ലേലത്തിൽ ചരക്ക് വരവ് അല്പം കുറഞ്ഞെങ്കിലും അതിനനുസൃതമായി വിലയിൽ ഉണർവ് ദൃശ്യമായില്ല. ലേലത്തിനിറങ്ങിയ 34,956 കിലോ ഏലക്കയിൽ 31,267 കിലോയും ആഭ്യന്തര വിദേശ വ്യാപാരികൾ ചേർന്ന് സംഭരിച്ചു. മികച്ച ഇനങ്ങൾ കിലോ 3,217 രൂപയിലും ശരാശരി ഇനങ്ങൾ 2,419 രൂപയിലും കൈമാറി. ഏഷ്യൻ റബ്ബർ വ്യാപാര കേന്ദ്രങ്ങളിൽ വാരത്തിൻ്റെ ആദ്യ ദിനത്തിൽ ഉൽപ്പന്നത്തിന് തിളങ്ങാനായില്ല. നിക്ഷേപകരിൽ നിന്നുള്ള പിന്തുണ കുറഞ്ഞത് അവധി നിരക്കുകളിൽ തളർച്ച ഉളവാക്കി. ജപ്പാൻ, ചൈന, സിംഗപ്പൂർ വിപണികളിൽ ചാഞ്ചാട്ടം കണ്ട് തായ്ലൻഡ് ഉൽപ്പന്ന വില കുറച്ചു. ബാങ്കോക്കിൽ ഷീറ്റ് വില കിലോ 278 രൂപയായി താഴ്ന്നു. സംസ്ഥാനത്ത് റബ്ബർ ലഭ്യത കുറഞ്ഞ അളവിലാണ്. കൊച്ചിയിൽ 4ാം ഗ്രേഡ് കിലോ 263 രൂപയിൽ വ്യാപാരം നടന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.